ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്യാൻവയിൽ എങ്ങനെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ വീക്ഷിക്കുക. ഓക്കെ, താങ്ക് യു. ആദ്യം ക്യാൻവയുടെ ആപ്ലിക്കേഷൻ നമ്മൾ പിന്നെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അന്നേരം ശേഷം അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലൊരു വിൻഡോയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. പോസ്റ്ററിൽ ഒരു ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ടാവും, കുറച്ച് ടെക്സ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ആഡ് ബട്ടണിലോട്ട് പോകും. അപ്പോൾ ഇതിൽ ഓൾറെഡി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ യു മൈറ്റ് വാണ്ട് ടു ട്രൈ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. മൊബൈൽ വീഡിയോ ചെയ്യാൻ പറ്റും, ഇൻവിറ്റേഷൻ ചെയ്യാൻ പറ്റും, പ്ലാനർ, ഡോക്യുമെൻ്റ്, പോസ്റ്റർ, ഫ്ലയർ, യുവർ സ്റ്റോറി, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, പ്രസൻറ്റേഷന്, ലോഗോ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റും. സാമ്പിളുകൾ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോസ്റ്റർ ചെയ്യാൻ പോകണം. അപ്പോൾ ഒരു പോസ്റ്റർ എടുക്കുന്നു. പോസ്റ്റർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബ്ലാങ്ക്, ആദ്യം കിടക്കുന്ന ഒരു ബ്ലാങ്ക്, ഒന്നുമില്ല. നമുക്ക് അതിലെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ വേറെ കുറേ അധികം നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള കുറേ പോസ്റ്ററുകൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇതിനകത്തുണ്ട്. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റങ്ങൾ വരുന്ന അതിനോട് സാമ്യമുള്ളതുണ്ടാവും. അപ്പോൾ അത് നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ബ്ലാങ്ക് ഒരെണ്ണത്തിൽ ബ്ലാങ്ക് ക്രിയേറ്റ് ചെയ്യാണ്. പോസ്റ്ററിൻ്റെ ഒരു ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ വന്ന് പോസ്റ്റർ ചെയ്യേണ്ട ഒരു സ്പേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസൈൻ, എലമെൻറ്റ്സ്, ടെക്സ്റ്റ്, ഗാലറി. അപ്പോൾ ഗാലറിയിൽ എൻ്റെ ഒരു ഫോട്ടോ കിടപ്പുണ്ട്. അതെടുത്തിട്ടാണ് ഇവിടെ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗാലറിയിൽ പോകുന്നു. പോസ്റ്റർ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് അതിൻ്റെ ആഡ് ടു ടെംപ്ലേറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇതിവിടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ ഇതിൻ്റെ ആവശ്യമുള്ള സൈസിലോട്ട് വലുതാക്കുകയാണ്. അതിന് അതിൻ്റെ 4 സൈഡിലും കോർണറുകളിലൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റും. ഇത് അല്പം വലുതാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്കിതിൻ്റെ ഞാൻ ചെയ്യുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് തന്നെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കറക്റ്റ് സൈസിനുള്ളതല്ല, എന്നാലും നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് സൂം ചെയ്തൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് ഇടാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അത് ആയിട്ടുണ്ട്, പകുതിയായി. ഇനിയിപ്പോൾ നമുക്കിതിനകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഇതിനകത്തിപ്പം എനിക്ക് ഡേ 3 എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഡേ 15 ആക്കണം. അപ്പോൾ അവിടെ അതിന് മുകളിൽ ചെയ്യണം കറക്റ്റ് ആ ഒരു സ്പേസ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ആ ഡേ 3 എന്നുള്ളത് എനിക്കൊന്ന് മാറ്റണം. അപ്പോൾ അതിനാദ്യം ചെയ്യാൻ പോകുന്നത് കറക്റ്റ് ആ ഡേ 3യുടെ മുകളിൽ ഒരു വേറൊരു റൗണ്ട് കൊണ്ടുവെക്കും. അപ്പം പിന്നെ ആ ഡേ 3 കാണത്തില്ല. അത് ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ട് അത് എഡിറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അതിനെ മായ്ക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ചെയ്യണമെങ്കിൽ നമ്മൾ താഴെ ഡിലീറ്റ് ചെയ്തിട്ട് ഈ എലമെൻറ്റ്സിൽ പോകണം. എലമെൻറ്റ്സിനകത്തു നിന്ന് റൗണ്ട് സെലക്ട് ചെയ്യണം. അതിനകത്ത് റൗണ്ടുകൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. സിയോൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. ലൈൻസ് ഉണ്ട്, എന്താവശ്യമുണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ട്. സ്ക്വയർ, ട്രയാങ്കിൾ, മറ്റു പല. നമുക്ക് റൗണ്ടാണ് ഇപ്പം വേണ്ടത്. റൗണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു. റൗണ്ട് ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ റൗണ്ട് അല്പം സൂമായിട്ടാണ് വന്നത്. അത് സൂം ചെറുതാക്കുക. അതിന് ശേഷം റൗണ്ടിനെ അല്പം കൂടെ ചെറുതാക്കണം. നമുക്ക് ആവശ്യമുള്ള രീതിയിലോട്ട് ചെറുതാക്കുക. അതിനുശേഷം അതിനെ ഇവിടെ കൊണ്ടുവെക്കുക. അപ്പോൾ അവിടെ വെക്കുമ്പോൾ അല്പം കൂടെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അത് വെക്കാൻ പറ്റും. സൂം ചെയ്തതിന് ശേഷം അല്പം കൂടെ ചെറുതാക്കുക. നമ്മുടെ ആ കറക്റ്റ് അതിനകത്ത് റൗണ്ട് എത്രയാണോ ആ റൗണ്ടിലേക്ക് വരുത്തുക. അതിന് അത് ഓക്കെ. അപ്പോൾ റൗണ്ട് അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ ആയി. ഇനി അതിനകത്ത് ടെക്സ്റ്റ് വേണം. ഡേ 15 എന്നാണ് എനിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ടെക്സ്റ്റിൽ അടിക്കുക. ടെക്സ്റ്റിൽ അടിക്കുമ്പോൾ ഇവിടെ ടെക്സ്റ്റ് വന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഈ ആഡ് എ ഹെഡിങ് എന്ന് പറയുന്ന 3 സൈസിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് സൈസ് വേണമെന്നുള്ളത് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ വലുത് തന്നെ എടുക്കുകയാണ്. വലുതെടുത്തു. അപ്പോൾ അത്രയും വലുത് വേണ്ട നമുക്ക്. ചെറുത് അപ്പോൾ അത് നമുക്ക് ചെറുതാക്കാനൊക്കെ പറ്റും. കൂടെ ചെറുതാക്കി നമുക്ക് ഇതിനകത്ത് നിൽക്കണം. അതിനു വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഡേ 15 ആക്കണം. അപ്പോൾ അതിന് ഞാൻ ഒന്ന് ഡബിൾ ക്ലിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം ഡേ എൻ്റർ അടിച്ചിട്ട് താഴത്തെ ആഴെയാണ് 15 വരേണ്ടത് എനിക്ക്. 15 കേട്ടോ. ഇപ്പോൾ ഏകദേശം വന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് അല്പം കൂടെ വലുതാക്കാം. അത് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്ന് ആ ബട്ടണുകളിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വലുതൊക്കെ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഡേ 15 റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പിക്ചർ ആഡ് ചെയ്യാനുള്ളത്.
പിക്ചർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വെറുതെ ഒരു പിക്ചർ കൊണ്ടുവെക്കാം, അല്ലെങ്കിൽ ഇതേ സൈസിൽ തന്നെ കറക്റ്റ് ആ 4 കോർണറുകളും ഓവൽ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ ഓവൽ ഷേപ്പിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം ഓവൽ ഷേപ്പിലുള്ള ഒരു ഫ്രെയിം കൊണ്ടുവരണം. ഫ്രെയിം കൊണ്ടുവരണമെങ്കിൽ ബാക്കിൽ പോവുക, ഈ എലമെൻറ്റ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഈ സാധനങ്ങളെല്ലാം കിട്ടും. എലമെൻറ്റ്സിൽ പോയിട്ട് ഫ്രെയിംസ് ഉണ്ട്, നമ്മളിത് ബാക്കിലോട്ട് കണ്ടോ ഫ്രെയിംസ്. ഈ ഫ്രെയിംസിനകത്ത് പോയി കഴിഞ്ഞാൽ അതേ ഓവൽ ഷേപ്പ് കോർണറുകൾ ഓവലായിട്ടുള്ള അല്ലെങ്കിൽ ഇതായിട്ടുള്ള ഫ്രെയിമുണ്ട്, അതിനെ ഒരെണ്ണം ക്ലിക്ക് ചെയ്യുന്നു, അതിനെ ഇവിടെ കൊണ്ടുവരുന്നു. അതിനുശേഷം അത് കറക്റ്റ് ആ ലെവലിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ അത് ഫ്രെയിം ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഫ്രെയിമിനകത്ത് ഫോട്ടോ നമുക്ക് പെട്ടെന്ന് കൊണ്ടുവെക്കാൻ പറ്റും. കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഫിറ്റായിട്ട് തന്നെ ഫ്രെയിം കിട്ടും. അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങളായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫോട്ടോ ഇതിനകത്ത് എങ്ങനെ ആക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഗ്യാലറിയിലോട്ട് പോവുകയാണ്. ആദ്യം നമ്മൾ ഫ്രെയിമിനെ സെലക്ട് ചെയ്യുന്നു. ഫ്രെയിമിനെ റീപ്ലേസ് ചെയ്യുക. റീപ്ലേസ് മീൻസ് ഇപ്പം നിലവിലുള്ളത് മാറ്റി വേറൊരു സാധനം വരുത്തുകയാണ്. റീപ്ലേസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നേരെ ഗ്യാലറിയിലോട്ട് പോകും. ഗ്യാലറിയിൽ നിന്ന് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഇവരുടെ ഫോട്ടോ ആണ് ഇതിനകത്ത് വരേണ്ടതെന്ന് കരുതുക. അപ്പോൾ അവരുടെ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ അതിനകത്ത്, പക്ഷേ അത് ഫിറ്റല്ല, അതിനകത്ത് കറക്റ്റായിട്ടല്ല ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിനെ അല്പം കൂടെ ഒക്കെ ഒന്ന് സൂം ചെയ്ത് കറക്റ്റ് അതിൻ്റെ ലെവലിൽ ആ ഫ്രെയിമിനകത്ത് തന്നെ ഉൾക്കൊള്ളുന്ന രീതിയിൽ വെക്കാൻ പറ്റും. ഇതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിനെ വേണമെങ്കിൽ അല്പം കൂടെ ഒന്ന് മുകളിലോട്ടൊക്കെ ആക്കി കുറച്ചുകൂടെ സെറ്റാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടുക, കളർ കൂട്ടുകയൊക്കെ ചെയ്യാം. അത് സെലക്ട് ചെയ്തുകൊണ്ട് താഴെ വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് അഡ്ജസ്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാം. ബ്രൈറ്റ്നസ് അല്പം കൂട്ടി, കോൺട്രാസ്റ്റ് അല്പം കൂട്ടി, വൈറ്റ് ബ്ലാക്ക് റഷൻ എന്ന് പറഞ്ഞാൽ കളർ കൂട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് സെറ്റായതിന് ശേഷം ഇപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി പേര് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ പേര് കൊടുക്കണമെങ്കിൽ അതിനകത്ത് ടെക്സ്റ്റിലാണ് പോകേണ്ടത്. താഴെ കണ്ടോ ടെക്സ്റ്റ് കാണുന്നുണ്ട്. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മീഡിയം ടൈപ്പിലുള്ള ഇത് ആഡ് ചെയ്തു. അത് നമുക്ക് താഴേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനുശേഷം നമുക്ക് വേണ്ട പേര് അഞ്ചുമോൾ എസ് എന്നാണ് പേര് വരുന്നത്. ഓക്കെ, പേര് അവിടെ ടൈപ്പ് ചെയ്തു. എന്നിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് സെൻറ്ററിലാക്കുക. ഫോട്ടോയുടെ കറക്റ്റ് സെൻറ്ററാക്കി. വേണമെങ്കിൽ ഇതിനെ നമുക്ക് ബോൾഡ് വേണമെങ്കിൽ ആക്കാം, ഇത് ലൈറ്റ് ആക്കാം, ഇറ്റാലിക്സിലാക്കാം. ഇപ്പോൾ അഞ്ചുമോൾ എസ് എന്ന് കൊടുത്തു. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇതിൽ കുറേയധികം ലെറ്ററുകളിൽ മാറ്റം എഫക്റ്റൊക്കെ കൊടുക്കാൻ പറ്റും. ഈ എഫക്റ്റിൽ ഞെക്കി കഴിഞ്ഞാൽ പല തരത്തിൽ നമുക്കാക്കാൻ പറ്റും. അതിന് എഫക്റ്റിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഷെയ്ഡ് വരുത്താം. ഷെയ്ഡിനൊക്കെ പല കളർ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുക്കുകയും ചെയ്യാം. ഇതിപ്പം ഞാൻ വേറൊരു ഷെയ്ഡാണ് കൊടുക്കുന്നത്. ആ ഷെയ്ഡ് നമുക്ക് നോക്കാം. ഇതിന് ചെറിയൊരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. ആ ഷെയ്ഡിൻ്റെ കളറൊന്ന് വേണേൽ മാറ്റി നോക്കാം നമുക്ക്. ഒരു ഷെയ്ഡിൻ്റെ ഇപ്പോൾ നിലവിലുള്ള കളറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ കളറിൽ ക്ലിക്ക് ചെയ്താൽ വേറെ കുറേ കളറുകൾ വരും. ഇപ്പം വേണമെങ്കിൽ എനിക്ക് റെഡ് കൊടുക്കാം. റെഡ് കൊടുത്തു. അപ്പോൾ അങ്ങനെ വന്നു. ബ്ലൂ കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഉണ്ടോ? ഇപ്പം ഞാൻ റെഡ് ഇരിക്കട്ടെ, റെഡ് കൊടുത്തു. അതിനുശേഷം ഈ അപ്പം ഏകദേശം വർക്ക് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുക്കുകയോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുകയോ അപ്ലോഡ് ചെയ്യുകയോ എങ്ങനെ വേണമെങ്കിലും ഇതിന് നമുക്ക് വേറൊരാൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.